ഷാഫിക്ക് പുറകെ പോവുകയാണ് CPM, പ്രത്യേകിച്ച് വടകരയിൽ CPM. അതെന്താണെന്ന് അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വടകര റിസൾട്ട് വന്ന സമയത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CPMനെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് തോറ്റിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. വടകരയിൽ തോറ്റിരിക്കുന്നു, ശൈലജ ടീച്ചർ തോറ്റിരിക്കുന്നു എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത CPMകാരാണ് ആ പ്രദേശത്ത് മഹാഭൂരിപക്ഷവും. അപ്പോൾ അതിനൊരു ആഘാതം ഇപ്പോഴും മാറിയിട്ടില്ല. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ CPMനെ സംബന്ധിച്ച് ഏറ്റവും ആഘാതം ഉണ്ടാക്കിയ 2 തെരഞ്ഞെടുപ്പ് തോൽവികളാണ്. എന്നാൽ CPMൻ്റെ ഒരു ടീമിലെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട 2 ബിംബങ്ങളാണ്. ഒന്ന് ശൈലജ ടീച്ചറും ഒന്ന് സ്വരാജും. ഇവർ രണ്ടുപേരുടെയും തോൽവി ഉൾക്കൊള്ളാൻ CPMന് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ ഷാഫിയെ സവിശേഷമായി ലക്ഷ്യം വെച്ചിട്ടുള്ള പല സംഗതികളും നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ശരിക്കും? ഈ ഷാഫി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു പാർട്ടി ഇങ്ങനെ എല്ലാ ദിവസവും പുറകെ കൂടി പിന്നാലെ കൂടി നടന്നു കഴിഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനാണ്? അത് ഷാഫിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ഷാഫിയുടെ താരപരിവേഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇപ്പോഴും വടകരയിലെ തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ CPMന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഷാഫിക്ക് പുറകെ പോവാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ എന്തിനാണ് CPM കക്ഷിയാവുന്നത്? പോലീസാണ്, CPMകാരല്ലല്ലോ തല്ലിയത്, പോലീസുകാരാണ് തല്ലിയത്.